ആദ്യമേ തന്നെ പറയുകയാണ് ഈ സുമി ടോക്കീസ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് എൻ്റെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് മൂവീസ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റിവ്യൂസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, ഓവർ ടു നരിവേട്ട. അപ്പം നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പിന്നെ അത്ര എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തൊരു സിനിമയല്ല, എന്നാൽ അത്ര ഒരു മോശം സിനിമയുമല്ല. അപ്പോൾ ഞാനൊരു മിഡ് സ്പേസിലേക്കാണ് നരിവേട്ടനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് റീസൺസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ആദ്യം ഈ മുത്തങ്ങ സമരം പോലെ ഇത്രയും കേരളത്തിൽ ഇത്രയേറെ പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ട് സോഷ്യലിയും എല്ലാ രീതിയിലും ചർച്ച ചെയ്യപ്പെട്ട ഒരു ആദിവാസി സമരമാണ്. അപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് ഇത്തരമൊരു വളരെ ഒരു തിക്കായിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുക്കുകയും അതിനെ കുറച്ച് പിന്നെ അതിൽ അറിയാവുന്ന കുറച്ച് എലമെൻസും അതുപോലെ ഫിക്ഷനൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് ഇതിൻ്റെ തീം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു ഹീറോനെ പ്ലേസ് ചെയ്യുകയാണ് ഇത്തരം ഒരു സ്പേസിലേക്ക്, ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കോൺസ്റ്റബിളായിട്ട് വരുന്ന വർഗീസ് പീറ്റർ, ടോവിനോ ചെയ്യുന്ന ക്യാരക്ടറിനെ, ഒരു ഹീറോനെ പ്ലേസ് ചെയ്തിട്ട് ആ ഹീറോയുടെ ഒരു ട്രാൻസിഷൻ തുടക്കത്തിൽ വളരെ അരോഗൻ്റായിട്ടിരിക്കുകയും അതുപോലെ വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് ഈ കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ ജോബിലേക്ക് വർഗീസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ആദിവാസി പ്രക്ഷോഭമൊക്കെ നടക്കുന്ന ഒരു സ്പേസിലേക്ക് വന്ന് ആൾക്ക് വരുന്ന ഒരു ട്രാൻസിഷനുണ്ട്. ഈ ക്യാരക്ടർ ഇങ്ങനെ ഓരോരോ സംഭവങ്ങളിലൂടെ തനിക്കുന്ന പിന്നെ ജോയിൻ ചെയ്തിട്ടുള്ള ഫോഴ്സിൻ്റെ പിന്നെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വേലിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഈ ആദിവാസികളുടെ ഈ ഒരു ഇഷ്യൂവിൽ അവരുടെ സ്ട്രഗിൾസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രാൻസ്ഫോം ചെയ്ത് ഒടുവിലൊരു വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു സിറ്റിസണും അതുപോലെ തന്നെ ഒരു പോലീസുമായിട്ട് പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് മാറുന്ന പിന്നെ ഈ വർഗീസ് എന്ന് പറഞ്ഞ ക്യാരക്ടറെ, അങ്ങനത്തെ ആ ഒരു ട്രാൻസിഷൻ നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും സ്ക്രിപ്റ്റിന് വേണ്ട ഒരു ഡെപ്ത് ഉണ്ട്. അതിപ്പോൾ റീസേർച്ചിൻ്റെ ആവും, അല്ലെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു സംഭവമായിരിക്കാം. പക്ഷെ ആ ഒരു സംഭവം അത്തരമൊരു ഡെപ്ത് അബിൻ ജോസഫിൻ്റെ സ്ക്രിപ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതെനിക്കൊരു വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ടൊവിനോ ഫസ്റ്റ് ഹാഫിലുള്ള വളരെ കൂളായിട്ട് നടക്കുന്ന, ടൊവിനോയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കിന്നിലുള്ളൊരു ക്യാരക്ടറാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. കുറച്ച് പ്രേമിച്ച് നടക്കുന്ന, പണിയൊന്നും ചെയ്യാതെ അങ്ങനെ കുറച്ച് പ്രേമിച്ചൊക്കെ നടക്കുന്ന ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് ടൊവിനോയ്ക്ക് കുറച്ച് കോംപ്ലക്സിറ്റിയിലൊക്കെ അഭിനയിക്കാനുള്ള ഒരു സ്പേസ് വരുന്നത്. ആ സ്ഥലത്ത് പിന്നെ അതിലും ഒരു ട്രാൻസിഷൻ ടുവേർഡ്സ് എൻഡിൽ വീണ്ടും ടോവിനോൻ്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ ഈ നടുവിൽ ഉള്ള വളരെ ആക്റ്റീവായിട്ട് ഈ സിനിമയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ ടോവിനോ തന്നെ ടോവിനോ തന്നെ എടുത്ത ഒരു സംഭവമാണോ എന്നറിയില്ല, അതോ ആസ്ക് ടു ഡു ആണോ എന്നറിയില്ല. ആ സ്പേസിൽ ടോവിനോയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജൊക്കെ മാറുന്നുണ്ട്, വേറൊരു ലെവലിലേക്ക് കയറുന്നുണ്ട്. ആ ഒരു സ്പേസിൽ ടോവിനോ എത്രമാത്രം കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള കാര്യം ഒരു സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് അത് അത്രയ്ക്കങ്ങ് ഒരു ഇമ്പ്രസീവായിട്ട് ശരിക്കും തോന്നിയില്ല. അപ്പോൾ ഡയറക്ടർ അനുരാജ് മനോഹറാണ്. അനുരാജിൻ്റെ ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കേട്ടോ. ആ സിനിമ പോയൊരു ട്രാക്ക് അൺബിലീവബിൾ ഒരു സംഭവമായിരുന്നു. എസ്പെഷ്യലി എൻഡിലൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എൻഡാണ് ആ സിനിമയുടെ. ഞാൻ അങ്ങനത്തെ ഒരു എൻഡ് എല്ലാ സിനിമയിലും പ്രതീക്ഷിച്ചത്. നല്ല രീതിയിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നടന്ന കുറേ പൊളിറ്റിക്കൽ ഒരു കറക്റ്റ്നെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത്രയ്ക്കൊരു ബ്രില്യൻസ് അനുരാജ് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒന്നാം ഈ സബ്ജക്റ്റാണ്, ഇതുപോലൊരു സബ്ജക്റ്റ് പിന്നെ സത്യത്തിൽ മുത്തങ്ങ സമരത്തിൻ്റെയൊക്കെ വളരെ റിയലായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ഇപ്പോഴും അവൈലബിൾ അല്ല, അതൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു തീമിലേക്ക് ഫിക്ഷനൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വരാവുന്ന ഗ്ലിച്ചസൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ ടുവേർഡ്സ് എൻഡിലൊക്കെ ഉള്ള ഷോട്ടുകൾ, അവിടെയാണല്ലോ പോലീസ് ബ്രൂട്ടാലിറ്റി ഏറ്റവും കൂടുതൽ, എങ്ങനെയാണ് ഈ ട്രൈബൽസിൻ്റെ മേലെ നടന്ന പോലീസ് ബ്രൂട്ടാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിൽ പിന്നെ ടൊവിനോ ആസ് എ ഹീറോ ടൊവിനോനെ ഫ്രീസ് ചെയ്യിക്കുന്ന ഷോട്ടുകളിലൊക്കെ ടൊവിനോയുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ആ സീനിൻ്റെ ഇൻറ്റൻസിറ്റി കളയാണോ എന്നൊരു സംശയം ആണ് എനിക്ക് തോന്നിയത്. എനിക്ക് എന്തോ അത് ആ ഒരു അതിലെ CG ഷോട്ടുകളായാലും CG ഷോട്ടുകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ ഒരു സ്നിപ്പെറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ ഒരു 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 ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പെടുക, അത്തരമൊരു സംഭവം കാരണം അതെനിക്ക് എന്തോ കിട്ടിയില്ല. അതിനൊരു ചെറിയ എവിടെയോ ഒരു ഒറിജിനാലിറ്റി കുറവുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നിയ ഷോട്ടുകളാണ്. അപ്പം അങ്ങനെ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും വരാവുന്ന ചില ഗ്ലിച്ചസ് ഒക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ അത് ആ സിനിമയുടെ ഒരു ടോട്ടാലിറ്റീനെ ഇത്തരമൊരു സംഭവം എന്തായാലും ബാധിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ വിജയൻ്റെ സിനിമറ്റോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്. കുട്ടനാടായാലും ശരി, വയനാടായാലും ശരി, നല്ല നല്ല ഷോട്ടുകളാണ്. നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഷോട്ടുകളാണെല്ലാം. അതുപോലെ പിന്നെ ജേക്സിൻ്റെ മ്യൂസിക് അറിയാമല്ലോ. ഇപ്പം മോഹൻലാൽ തുടരും എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ജേക്സിൻ്റെ കാര്യം. കാരണം ഇതിലും വളരെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അതുപോലെ, കാരണം ഇത്ര ഒരു ഡ്രൈ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരു സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നല്ല രീതിയിൽ ലൈവായിരുന്നു. അതുപോലെ സോങ്സും അതെ, വളരെ ഓൾറെഡി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇതിലുള്ളത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. അതിൻ്റെ സീനുകളൊക്കെ 2003 സംഭവിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് സീനുകളൊക്കെ ഇത്രയും കാലം കുട്ടനാട്ടിൽ ഇതുപോലൊരു സോങ് സീക്വൻസ് എടുക്കുമ്പോൾ എങ്ങനെ ആണ് അതേ ഷോട്ടുകളിലൊക്കെ റെപ്പറ്റീഷനൊക്കെ കാണാം. പക്ഷേ എന്തായാലും മ്യൂസിക് പാട്ടൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഇതിൽ സൗണ്ട് ഡിസൈനും കൊള്ളായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഓവറോൾ ഇതിൽ സൗണ്ട് ഡിസൈൻ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവമാണ്. കൊള്ളായിരുന്നു. അങ്ങനെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ല രീതിയിൽ ടെക്നിക്കലി ഈ സിനിമ ഹൈലൈറ്റഡ് ആണ്. നരിവേട്ടയിലെ കാസ്റ്റിംഗ് നോക്കാം. കാസ്റ്റിങ്ങിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് പിന്നെ ആര്യ സലീം, അതായത് പിന്നെ സ്ക്രീനിൽ CK ജാനുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആര്യയാണ്. അപ്പം ബോഡി ലാംഗ്വേജിലായാലും കുറേ സ്പീച്ചസ് ചെയ്യുന്ന സ്ഥലങ്ങളിലും എല്ലാ രീതിയിലും ഈ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ശരിക്കും CK ജാനു തന്നെ ഭയങ്കരമായിട്ട് ലുക്സിലും ഒരു സിമിലാരിറ്റി മേക്കപ്പ് വഴിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒറിജിനലായിട്ട് ഫീൽ ചെയ്തൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു യങ് മാൻ, അത് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന താമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത് പ്രണവ് പിന്നെ തിയോഫിനാണ്. നന്നായിട്ട് എനിക്ക് ശരിക്കും അതുപോലെ തന്നെ നമുക്കൊരു ഒറിജിനലായിട്ട് തോന്നുന്നൊരു ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ചരനൊരു മിസ്കാസ്റ്റിംഗ് ആണോ എന്നൊരു ഡൗട്ട്. കാരണം ചരനൊരു ഉഷാറില്ല, ഒരു ചാർജ്ഡ് അല്ല സ്ക്രീനിൽ. പിന്നെ ഈ ഡബിങ്ങൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ചേരൻ്റെ തന്നെ ശബ്ദമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മറ്റൊരു വളരെ രസകരമായ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിന്ന് അഭിനയിച്ച ആ ഒരു ചെറിയൊരു സ്ക്രീൻ സ്പേസാണ് നമ്മളുടെ ബഷീർ എന്ന ക്യാരക്ടർ ആയിട്ട് വരുന്ന സുരാജിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ സുരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സുരാജിൻ്റെ ഒരു മാനറിസവും ഇല്ല ഈ ക്യാരക്ടറിൽ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെയാണ് പിന്നെ പ്രിയംവദ പിന്നെ ടോവിനോൻ്റെ പെയറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പറയാൻ മാത്രം ഗംഭീരമായിട്ട് ആ റോളിലൊന്നുമില്ല. ആ ഒരു പെയർ, ഒരു ഹീറോയിൻ ആ ഒരു സ്പേസിൽ നിങ്ങൾ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഇതിൽ പറയാൻ മാത്രമുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ അത്ര വലിയൊരു നമുക്ക് എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സൊന്നും വേറെ ഇല്ല. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആരും അത്ര മോശമൊന്നുമല്ല കേട്ടോ. എല്ലാവരും ഓക്കെയാണ്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് ഒന്നും ഈ സിനിമയിൽ നമുക്ക് ഒന്നും പറയാനില്ല. അത്യാവശ്യം എല്ലാവരും അവരുടെ റോളിനോട് നീറ്റായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നരിവേട്ട എനിക്ക് ഇപ്പം
ഒരു ആ സബ്ജക്റ്റിൻ്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്തിട്ടില്ല സിനിമയിൽ. പിന്നെ ഓവറോളായിട്ടുള്ളൊരു പ്രസൻറ്റേഷനിലൊക്കെ പല സമയങ്ങളിലും, അതായത് ഇത് ഫിക്ഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഏരിയാസിലൊക്കെ എനിക്കൊരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്തു. അതൊക്കെ ഒരു അത്രമാത്രം ഒരു തീമുമായിട്ട് ഇങ്ങനെ മേജ് ചെയ്തിട്ട് നിൽക്കുന്ന പോലെയൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മിഡ് നിർത്താവുന്ന ഒരു സിനിമയായിട്ടാണ് നരിവേട്ട എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നമുക്ക് ഇനി വേറൊരു സിനിമയ്ക്കായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.